പലപ്പോഴും കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ CPM-ന് ദോഷകരമായി മാറുകയും പ്രതിപക്ഷത്തിന് ഗുണമായി ഭവിക്കുകയും ചെയ്യാറുണ്ട്. സമീപകാല ചരിത്രം പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സമരം നയിച്ചതിന്റെ പേരിൽ പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യുവജന സംഘടനയുടെ നേതാവിനെ ഭീകരവാദികളെ പിടികൂടുന്ന രീതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടായ രാഷ്ട്രീയ മൈലേജ് ചെറുതൊന്നുമല്ല. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അവസരം ലഭിക്കുന്നതിലേക്കും വിജയിച്ച് MLA ആകുന്നതിലേക്കും പോലും വഴിയൊരുക്കിയത് പുലർച്ചയിലെ അറസ്റ്റായിരുന്നു. ഇപ്പോഴിതാ PV അൻവർ MLA സ്റ്റാർ ആക്കിയിരിക്കുകയാണ് മുഖ്യന്റെ തന്നെ മുഖ്യ വകുപ്പായ ആഭ്യന്തര വകുപ്പും അവരുടെ പോലീസ് സംവിധാനവും. ഒരു സമരം നയിച്ചതിന്റെ പേരിൽ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞായിരുന്നു MLA-യെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സേനയ്ക്കും മുഖ്യനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴൊക്കെയും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നുവെങ്കിലും എവിടെയും തൊടാത്ത രാഷ്ട്രീയ അനിശ്ചിതത്വം അൻവറിനെ വാർത്തകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിലെ അറസ്റ്റോടെ അൻവർ വീണ്ടും സജീവമാവുകയായിരുന്നു. PV അൻവറിന് UDF-ൽ ബെർത്തുറപ്പിച്ചു നൽകിയത് പിണറായി പോലീസ് ആണെന്ന് തന്നെ പറയാം. അൻവറിന്റെ UDF പ്രവേശനത്തെ എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കും PV അൻവറിനെ ശക്തമായി പിന്തുണച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അപ്രതീക്ഷിതമായി നടന്ന പാതിര അറസ്റ്റാണ്. ജനകീയ വിഷയം മുൻനിർത്തി DFO ഓഫീസ് മാർച്ച് നടത്തിയ അൻവറിനെ അറസ്റ്റ് ചെയ്തതാണ് UDF നേതാക്കളെ അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നാൽ സ്വന്തം പാർട്ടിയിലെ അനുയായികൾ എതിരാകുമെന്ന തിരിച്ചറിവും പ്രതിപക്ഷ നേതാക്കളുടെ മനംമാറ്റത്തിന് പിന്നിലുണ്ട്. അൻവറിനെ UDF-ൽ ഇനിയും എടുത്തില്ലെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കി ജില്ലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത് UDF വോട്ട് ബാങ്കിലും വലിയ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇക്കാര്യം UDF നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് UDF അണികൾക്കിടയിൽ പോലും PV അൻവറിന് സ്വീകാര്യത വർദ്ധിപ്പിച്ചത്. അറസ്റ്റ് നാടകം നടത്തിയെങ്കിലും 24 മണിക്കൂർ പോലും അൻവറിനെ ജയിലിലടക്കാൻ പറ്റാതിരുന്നതും സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. മറ്റു കേസുകളിൽ അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്നും പുറത്തിറക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും ഫലം കണ്ടില്ല. തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന വികാരമാണ് മുതിർന്ന CPM നേതാക്കൾക്കിടയിലും ഉള്ളത്. അൻവറിനെ ഹീറോയാക്കി മാറ്റിയ അറസ്റ്റായി പോയെന്ന നിലപാട് LDF-ന്റെ തന്നെ ഭാഗമായ CPI-ക്കുമുണ്ട്. 18 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് PV അൻവർ തിങ്കളാഴ്ച 8:25 ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ DMK പ്രവർത്തകർ മധുരം വിതരണം ചെയ്താണ് അൻവർ ജയിലിന് പുറത്തിറങ്ങിയത് ആഘോഷിച്ചത്. ജയിലിന് പുറത്ത് PV അൻവറിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നുമായിരുന്നു പുറത്തിറങ്ങിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. കോൺഗ്രസ് നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റും ഉൾപ്പെടെ പിന്തുണച്ചവർക്കെല്ലാം നന്ദിയുണ്ടെന്നും അൻവർ പറഞ്ഞു. വൈകിട്ടോടെ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിലെത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് ജയിൽ മോചനം വൈകിയിരുന്നത്. രാത്രി 7:45 അൻവറിന്റെ മോചനത്തിനുള്ള ബോണ്ടുമായി DMK സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങുകയായിരുന്നു. നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് PV അൻവറിന് ജാമ്യം അനുവദിച്ചത്. മറ്റു പ്രതികളെ കണ്ടെത്താൻ അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിയാണ് ജാമ്യം അനുവദിച്ചത്. അൻവർ ജനപ്രതിനിധിയാണെന്നും മണ്ഡലത്തിൽ സാന്നിധ്യം വേണമെന്നും പറഞ്ഞ കോടതി കസ്റ്റഡി ഇത് തടസ്സപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി. സമാനമായ കുറ്റകൃത്യം നേരത്തെ ചെയ്തിട്ടില്ലെന്ന് വിലയിരുത്തിയ കോടതി ഗൂഢാലോചന ആരോപണവും തള്ളിക്കളഞ്ഞു. ഗൂഢാലോചന ആരോപണം നിലനിൽക്കില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. DFO ഓഫീസിലെ അക്രമവും നഷ്ടവും ജാമ്യം നിഷേധിക്കാൻ കാരണമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് വരുത്തിവെക്കുന്ന വിനകളെ കൂടി പ്രതിരോധിക്കേണ്ട ഗതികേടിലാണ് എന്തായാലും CPM ഇപ്പോഴുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അൻവറിന്റെ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും.